അത്ര ബ്രേക്ക് എടുക്കുന്നത്? ബിക്കോസ് ഞാൻ ചോദിക്കാൻ കാരണം താങ്കളിൽ നിന്ന് ഒരുപാട് സിനിമകൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. സമയം എടുക്കുന്നത് പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊന്നുമല്ല. ഈ സിനിമ വളരെ കുറച്ച് സമയം കൊണ്ട് എഴുതിയതാണ്. സമയം പിന്നെ ഹൃദയം കൊണ്ടാണ്, എല്ലാവരും ഹൃദയം കൊണ്ട് തന്നെ സിനിമ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാം നമുക്ക്, ഇങ്ങനെ കുറച്ചുകൂടി കണക്റ്റ് ആവാം. ട്രെൻഡും അങ്ങനത്തെ ഒരു സാധനം മാത്രമാവണ്ട. ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരോടും കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ സിനിമ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഇമോഷൻ നിലനിൽക്കണ്ടേ, അതുകൊണ്ട് ചെയ്തതാണ്. ഓൾസോ മ്യൂസിക് ആണെങ്കിൽ എന്താ ഇപ്പം പറയാം, ഇപ്പം താങ്കൾ ആദ്യമായിട്ടാണ് സിനിമയിൽ മ്യൂസിക് ഡയറക്ഷൻ കൂടെ ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സോങ്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് താങ്കൾ ഇതിനകത്തിന്. അപ്പോൾ അത് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം മ്യൂസിക്കോട് ഓൾസോ താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ താങ്കൾക്ക് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് എൻ്റെ കഴിഞ്ഞ 2 സിനിമയും വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് സംഗീത കോളേജിൽ. ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ഞാൻ സിനിമ എഴുതുക കൂട്ടത്തിൽ തന്നെ എനിക്കൊരു ഹാർമോണിയം പെട്ടിയൊക്കെ ഉണ്ട്. ഞാൻ അതിലൊക്കെ വെച്ചിട്ടൊക്കെ ചിലപ്പോൾ എഴുതുക. അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ എഴുതിയ കൂട്ടത്തിൽ ചെയ്ത പാട്ടുകളാണ് ഇതെല്ലാം. ആ സീനുകൾ എഴുതുമ്പോൾ എനിക്ക് തോന്നിയ പാട്ടുകൾ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ മ്യൂസിക് ചെയ്യണം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനെ എടുത്തു കഴിഞ്ഞിട്ട് അതിനെ ഇംപ്രൂവൈസ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്കിനും പാട്ടുകളായതാണ്. ഇനി ഞാൻ ഇതുപോലൊരു കഥ ഒരു മ്യൂസിക് ഡയറക്ടർ എടുക്കുക പോയിട്ട് ഇത് മുഴുവൻ അയാളെ കൺവിൻസ് ചെയ്ത് ഇത്രയും പാട്ടുകൾ അയാളിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഭയങ്കര തിരക്കാണ്. ആക്ച്വലി അവരുടെ കയ്യിൽ നിന്ന് പാട്ടുകൾ കിട്ടാനും ഭയങ്കര പാടാണ്. അവർ ഒരേ സമയം ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ കൺവേ ചെയ്തെടുക്കാനായിട്ട് ഈ നേരം ഉണ്ടായില്ല. അത് തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ നിങ്ങൾ കേട്ടില്ലേ, അത് കൊള്ളാമെന്ന് ആദ്യം ജഡ്ജ് ചെയ്യേണ്ട ആൾ ഞാനാണ്. എനിക്കിത് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടും മറ്റുള്ളവരത് പാടും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടുമാണ് ആ പാട്ട് ഞാൻ മ്യൂസിക് ഡയറക്ടറാകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അജീഷിനെ പോലത്തെ ഒരു കലക്കം മ്യൂസിക് പ്രൊഡ്യൂസർ എനിക്ക് കിരണാണ്. അജീഷ് പറഞ്ഞു, കിരൺ ദാസ് എഡിറ്റർ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് ചോദിച്ചു, എന്നിട്ട് ഞാനൊരു പയ്യനെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പാട്ടിൻ്റെ കൂടെ എനിക്കൊരു പയ്യനെ വേണം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ പുള്ളി വന്നതിൻ്റെ അടുക്കൽ എൻ്റെ കൂടെ അങ്ങ് വന്ന് നിന്നു. ഞങ്ങൾക്കൊക്കെ നേരത്തെ അറിയാവുന്ന പിള്ളേരൊക്കെ തന്നെ അജീഷിനൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ വന്ന് താമസിച്ച് ഞാൻ കുഞ്ഞിക്കവളിൻ്റെ ഈ പറഞ്ഞ ട്യൂൺ മൂളിക്കൊടുത്തു. അത് ചുമ്മാ ഒന്ന് റെക്കോർഡ് ചെയ്തു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ കേൾക്കുന്ന ആ പാട്ടിൻ്റെ ഒരു രൂപത്തിലേക്ക്, ലിറിക്സ് ഇല്ല, വിനായകൻ എൻട്രി ചെയ്യുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ. അത് മനോഹരമായിട്ട് ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു അത് കൊള്ളാലോ. അപ്പോൾ അജീഷ് തന്നെ മുഴുവൻ പടവും ചെയ്യട്ടെ എന്ന് അന്ന് രാത്രി തീരുമാനിക്കായിരുന്നു. കുഞ്ഞിക്കവൾ അത്രയും മനോഹരമായിട്ട് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴത്തേക്കിനാണ് എനിക്ക് മനസ്സിലായത് അജീഷ് തന്നെ ഫുൾ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മ്യൂസിക് ഒരുപാട് മ്യൂസീഷ്യൻസ് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസും അവരുടെയൊക്കെ ലൈഫും അവരുടെ വളർച്ചയും താഴ്ചയും അവരുടെ പാട്ടുകളും ഹിറ്റുകളും എല്ലാം കണ്ട് വളർന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടൊരു സ്റ്റുഡിയോയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് പണ്ട് മുതലേ അറിയാവുന്നത് കൊണ്ട് അങ്ങ് തീരുമാനിച്ചത്രോളും. വർക്കല്ലേ? വളരെ നല്ല സോങ്ങായിരുന്നു. കാരണം ഞങ്ങൾ കുറേ സാധനം ഇങ്ങനെ പാടി ഒരുപാട് റീലിനകത്തൊക്കെ ഈ സോങ് ആഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ടച്ചിങ് ഉണ്ട് ഈ സോങ്. താങ്ക് യു നിങ്ങൾക്ക്. ഞാൻ കണ്ടു കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഓൺലൈനിലും മുഴുവനും ഈ പാട്ടും ഈ സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റുകളും ന്യൂസുകളും ഒക്കെ കാണാറുണ്ട്. അടിപൊളി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. Thank you so much. And sorry for interrupting. We have yet another very special person to invite. Suraj Santosh is here. നമുക്ക് വേണ്ടിയിട്ട് നല്ല മനോഹരമായിട്ട് ഈ സോങ് പ്രസന്റ് ചെയ്ത സൂരജും ഇന്ന ദിവസം എത്തിച്ചേർന്നിട്ടുണ്ട്. റിക്വസ്റ്റിംഗ് യു ടു കൈൻഡ്ലി ജോയിൻ. സൂരജ് മൈക്ക് കൊടുക്കൂ. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അത് ഞാനൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതായത് മമ്മൂട്ടിയുടെ സൗണ്ട്
അവിടെ വന്നാൽ അടിപൊളിയായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി കണക്റ്റഡ് ആയിരിക്കും. നമ്മൾ പറയുന്ന ഈ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി എല്ലാവരിലേക്ക് എത്തും. അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മമ്മൂക്കാൻ്റെ അടുത്ത് പോയത്. ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തു, ഒന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ മമ്മൂക്ക അത് എനിക്ക് ആ ഡയലോഗ്സ് അല്ലെങ്കിൽ അത് പറഞ്ഞു തന്നു. അതുകൊണ്ട് ആ ഒരു ഡിസ്കഷന് ശേഷമായിരിക്കാം മമ്മൂക്ക ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്നൊരു ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവാം. അദ്ദേഹം വന്നു, ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തു. ഇപ്പം ഈ സിനിമ എല്ലാവർക്കും കാണാനായിട്ടുള്ളൊരു താല്പര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഗപ്പിയൊക്കെ ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ, പക്ഷെ പറ്റിയില്ലായിരുന്നു. ഇപ്പം നമുക്ക് അത് പറഞ്ഞപ്പോൾ അത് ആ സിനിമ എല്ലാവരിലേക്കും ആ ഒരു 2 വരിയിൽ എല്ലാവരിലേക്കും എത്തി. അതാണ് ദൈവാനുഗ്രഹം, ഭാഗ്യം. പിന്നെ ഈ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങിയ ആളാണ്, അപ്പോൾ ഒരുപാട് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. ശരിക്കും റിയൽ ലൈഫിൽ ഒരുപാട് റെഫറൻസുകൾ എടുത്തിട്ടുണ്ടെന്ന് പറയാം. ശരിക്കും അതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫസ്റ്റ് തോട്ട് തുടങ്ങുമ്പോൾ തന്നെ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാക്കി വെക്കണം എന്നുള്ള തോട്ട് എങ്ങനെയായിരുന്നു? അല്ല, അങ്ങനെ അതിനു വേണ്ടി പർപ്പസ്ഫുള്ളി ഒന്നും ചെയ്തില്ല. ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള സിനിമകളിലെ കുറേ കഥകൾ ഇതിനകത്ത് വന്നു പോയിട്ടുണ്ട്. എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതൊന്നുമല്ല, പക്ഷേ ഞാൻ കേട്ട കുറേ കഥകളുമൊക്കെ ഇതിനകത്ത് ഭയങ്കര ഫണ്ണായിട്ട് ഫാൻറ്റസി ആയിട്ടൊക്കെ നമ്മൾ കാണിച്ചേക്കുവാണ്. ഇതിന് ഭയങ്കര സിനിമയ്ക്കകത്തെ മറ്റേ റിയലിസ്റ്റിക് എല്ലാം കൂടി വലിച്ചു വാരി നമുക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താണ് വാക്കുകളൊക്കെ ചിലതൊക്കെ മാറ്റിയൊക്കെ പറഞ്ഞ് പ്രോപ്പറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സിനിമയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ചില ഫൗൾ ഡയലോഗുകളും ലാംഗ്വേജൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അവരല്ലേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരല്ലേ ഡയറക്ടേഴ്സ് ആകുന്നത്. സോ ആരെങ്കിലുമൊക്കെ ഈ ഇമോഷനും കൂടിയൊക്കെ ഒരിടത്തും ഒരു വിലയില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ വീട്ടിലും ഇല്ല, നാട്ടിലും ഇല്ല, കുടുംബത്തും ഇല്ല. അപ്പോൾ അവരെയൊക്കെ കേന്ദ്രപദാർത്ഥമാക്കി ഒരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അതിൻ്റെ പെയിനൊക്കെ അനുഭവിച്ചിരിക്കുന്ന ആർക്കേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ. രോമാഞ്ചം കരിയറിൽ വലിയ ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു ആക്ടറായിട്ട് എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ഹ്യൂമറല്ലേ, അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും ചെയ്യാൻ പറ്റി. ഡയറക്ടറോടാണ് ഭയങ്കര ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. അപ്പോൾ ജോമോൻ, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ, പിന്നെ ഷോബി ചേട്ടൻ, അപ്പോൾ ഇവർ 3 പേരുടെയും കാര്യങ്ങളുണ്ട്. ഒരാൾ സിനിമ എടുത്ത് പൊട്ടി നിൽക്കുന്നു, ഒരാൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ ഒരാൾക്ക് അഭിനയിക്കാൻ ഒരുപാട് മോഹങ്ങളുള്ളതാണ്. ഇവർ 3 പേരുടെ ഒരു കോംബോ അതെങ്ങനെയാണത് വർക്കാവുമെന്ന് ഉറപ്പായതും, അതുപോലെ ഇന്ദ്രൻ ചേട്ടന് കഥകളി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് വർക്കാവാൻ ഇന്ദ്രൻ ചേട്ടനെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണവും ഇമോഷൻ ഇത്രനാൾ കോമഡി ചെയ്തിരുന്ന ആളാണ് ജോമോൻ. അദ്ദേഹത്തെ എന്തുകൊണ്ട് ഇമോഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി ജോമോൻ ഒരു നായകനാവണം, ആവേണ്ട ആളാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജോമോനെ കാസ്റ്റ് ചെയ്തതാണ്. അത് മാത്രമല്ല, ജോമോൻ എത്രയോ തരം ഇമോഷൻസാണ് ഈ സിനിമയിൽ. ജോമോൻ്റെ കഥാപാത്രം ഫണ്ണുണ്ട്, കരയുന്നുണ്ട്, നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കഥാപാത്രങ്ങളിൽ ഇച്ചിരി കുറവാണ് പലപ്പോഴും സിനിമകളിൽ. അപ്പോൾ അത് ജോമനെ കൊണ്ട് നീ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവരെയൊക്കെ തിരഞ്ഞെടുത്തത് ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ തിരഞ്ഞെടുത്ത സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗപ്പി ചെയ്യുമ്പോൾ ടൊവിനോ നായകനാവുന്ന ആദ്യ സിനിമയായിരുന്നു. അപ്പോൾ ഞാൻ അമ്പിളി ചെയ്യുമ്പോൾ സുഡാനി റിലീസ് ചെയ്യാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കണക്ഷൻ അത് തുടക്ക സമയം തന്നെയായിരുന്നു സർവൻ ചെയ്തത്. അപ്പോൾ ചെയ്യിപ്പിച്ചെടുക്കാം എന്നൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് നമ്മൾ ആ തീരുമാനം എടുക്കുന്നത്. പലപ്പോഴും അത് വർക്കാവും, വർക്കാവാതിരിക്കും. പക്ഷേ ഈ സിനിമയിൽ എനിക്കതെല്ലാം വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പെരുമ്പള്ളി ഇപ്പോഴും പെരുമ്പള്ളിക്ക് ഡൗട്ടാണ്, എങ്ങനെയാണ് എന്നെ കാസ്റ്റ് ചെയ്തതെന്നാണ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് പറഞ്ഞുകൂടാ.
അതൊക്കെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. ചേട്ടാ ഇവിടെ എനിക്കൊന്ന് സിനിമ ഇറങ്ങുന്നതിന് കേരളക്കരയുടെ മൊത്തം ആശാനാവും ഇന്ദ്രൻ ചേട്ടനെന്ന് തോന്നുന്നു. ഇവിടെ സ്ട്രീറ്റ് ഗംഭീര സിനിമയായിരുന്നു ചേട്ടാ. കണ്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞ് ഒരുപാട് ചിരിക്കാൻ പറ്റി. നല്ലൊരു സിനിമ വന്നതിന് ഞങ്ങൾ താങ്ക്സ് പറയാണ്. അപ്പം എങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഇത് വേറൊരാള് ചെയ്ത് എത്രത്തോളം വർക്കാവുന്ന പോലും അറിയത്തില്ല. അപ്പം ഈ ആ ഒരു സ്ട്രഗിളിങ് അല്ലെങ്കിൽ നമ്മൾ ചേട്ടൻ പറയുന്നുണ്ട് ആ സിനിമയിൽ ഡയലോഗ് ഉണ്ട്, 10 കൊല്ലം മുമ്പ് ഞാൻ ഓടിയതാണ്. അതൊരു ഏതൊരു സിനിമാക്കാരനും അങ്ങനൊരു കഥ പറയാനായിട്ടുണ്ടാവും. ഇന്ന് വന്ന വഴിയിലൂടെ തിരികെ നോക്കുമ്പോൾ ഇന്ദ്രൻസ് നടന്നതിനെ സംബന്ധിച്ച് എത്രത്തോളം സ്ട്രഗിളിങ് ഫീൽ ചെയ്യുന്നുണ്ട്? എവിടെയൊക്കെ ഒരു ബന്ധമുള്ളത് പോലെ തന്നെ തോന്നും. ഞാൻ കുറേ ആഗ്രഹിച്ചു, ഞാനിങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓടി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് അതുമായിട്ട് ബന്ധമുണ്ടല്ലോ എന്ന് തോന്നിപ്പോകും. അതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത് ഒരു പക്ഷേ ഞാൻ ഇത്തിരി എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, എന്നെ കൊണ്ട് ചെയ്യിക്കാൻ ഇദ്ദേഹം കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരാളെ ചിലപ്പോൾ വേറൊരു രീതിയിൽ അത് കണ്ടേക്കാം. എനിക്ക് കിട്ടിയപ്പോൾ എനിക്കൊരു ആർത്തി തോന്നി, സന്തോഷം, കാര്യങ്ങളൊക്കെ. എനിക്കൊക്കെ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു വേഷമുണ്ട്, നമ്മളൊരു പരിമിതികളൊക്കെ ഉണ്ടല്ലോ, അതാണ്. എനിക്ക് മലയാള സിനിമ ഇന്ദ്രൻസ് തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് തോന്നുന്നു. ഏറ്റവും കൂടുതൽ നല്ല കഥാപാത്രം തേടി വരാനായിട്ട് ഒരു കഥാപാത്രം ആദ്യമാണ് ഫസ്റ്റ് ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതൊരു വലിയ അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നത്, മലയാള സിനിമയുടെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. ഇന്ദ്രൻസേട്ട ഇപ്പം നമ്മുടെ ട്രെയിലർ വന്നിട്ട് സമയത്ത് മമ്മൂക്ക, അതായത് പല സിനിമകളും തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് കാണാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല സിനിമകളാണ് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പക്ഷെ അന്ന് മമ്മൂക്ക എടുത്തു പറഞ്ഞ 2 സിനിമകളുണ്ട്, കുട്ടന്റെ ശനികാമി, ജലധാര മംസിറ്റ്. അപ്പൊ മമ്മൂക്ക ആ പടങ്ങളെല്ലാം കണ്ട് ഇന്നത് ഓർത്ത് വെച്ച് പറയാന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമില്ല. അപ്പൊ ചേട്ടൻ എന്തായാലും ആ സമയത്ത് ഫീൽ ചെയ്യുന്നു? മമ്മൂക്ക ഒരു ദിവസം എന്നെ വിളിച്ചിട്ട്, അപ്പം എൻ്റെ ചെറിയ ഫോണാണ്, വാട്സപ്പ് ഒന്നും ഇല്ലാത്ത ഫോണാണ്. എനിക്കത് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഒരുപാട് സമയം കളയാനോ ഇല്ലയെന്ന് വെച്ചിട്ട് ഞാൻ ശ്രമിക്കാതിരുന്നതാണ്. ഒരു ദിവസം മമ്മൂക്ക, അപ്പം എല്ലാവരും വിളിക്കുന്ന മോൻ്റെ ഫോണിൽ വിളിക്കും, വിശേഷം അന്വേഷിക്കും, തിരിച്ചു പറയും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഫോൺ തന്നിട്ട് വഴക്ക് പറഞ്ഞു, നമുക്കെല്ലാം പറയണമെങ്കിൽ തന്നെ കുട്ടികളെടുത്താണോ പറയാൻ, ഞങ്ങളെ പോലെയുള്ള തെറിയൊന്നും കേൾക്കണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് തുടങ്ങിയത്. അപ്പം എന്നിട്ട് അത് എടുത്തന്നെ വിളിച്ച് പറഞ്ഞ് റെഡിയായിരുന്നു. അന്നേരമാണ് ഈ ശനികാമിയുടെ കാര്യം, കുട്ടൻ്റെ ശനികാമി, ജലധാര പമ്പ് സെറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, ഈ ചിലർ വലിയ ആവേശത്തോടെ സിനിമയും കഥയൊക്കെ പറഞ്ഞ് ആർട്ടിസ്റ്റുകളൊക്കെ വിളിക്കും, ഷൂട്ടിംഗ് തീരുമ്പോൾ അവരെല്ലാം നേടിയതുപോലെ അങ്ങ് തളർന്ന് ഇരുന്നേക്കും, ഇനി അവരുടെ ജോലിയല്ലാത്ത പോലെ. പിന്നെ എന്തൊക്കെ അതിനെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നതല്ലാതെ തിയേറ്ററിൽ വരുന്നവരെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം പണിയുള്ളത്. അത് 100 കാര്യങ്ങളാണ് ജനങ്ങളിങ്ങനെ തിരക്കുടിച്ച് ഓടുന്നതിനിടയ്ക്ക് അവരെ ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അത്രയും സ്ട്രെയിൻ എടുക്കാൻ വയ്യ. അവർ പറഞ്ഞെന്തോ ചെയ്തു വെച്ച് മാത്രമേ കാര്യം, ഇനി എല്ലാവരും കണ്ടോളൂ എന്നുള്ളൊരു ധാരണ പ്രകാരമാണ് നമുക്ക് പറഞ്ഞ പോലെ ആ സിനിമകൾ പലരും എത്താതെ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്ന, അത്രയും ഊർജ്ജമുള്ള, അങ്ങനെ സിനിമ അറിയാവുന്ന ജനങ്ങളെ ബഹുമാനിക്കുക എന്ന് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ ചേരുമ്പോഴാണ് നമുക്ക് ഒരു സമാധാനം. ചെയ്യുന്നതിൽ അർത്ഥമില്ലാതായില്ലോ, അർത്ഥമുണ്ടല്ലോ, അതങ്ങനെ ആയിപ്പോയല്ലോ, ഇരുട്ടത്ത് നിന്നല്ലല്ലോ കൊഞ്ഞനം കാണിച്ചത്, നേരിട്ടല്ലേ എന്നൊക്കെ പറയാൻ തോന്നുന്നത് അങ്ങനെ വരുമ്പോഴാണ്. ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ ഒരു സിനിമയെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ സിനിമയിൽ അപ്പോൾ ശരിക്കും ആ സ്ട്രഗിൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് സിനിമ എങ്ങനെ ഒരു ഏരിയ ആയാലും ഒരു ഷോർട്ട് ഒരു സീൻ എങ്ങനെയാണ് അത് എടുക്കേണ്ട ആ സ്ട്രഗിളിങ്, അതൊരു എത്രത്തോളം ഉണ്ട് ഒരു ഏഡിക്ക് കഷ്ടപ്പാടെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ശരിക്കും ജോമൻ ബ്രോ, അതായത് വന്ന വഴി നോക്കുമ്പോഴേക്കെല്ലാം തിരിച്ചുകൂടെ പിന്നീട് ഇപ്പൊ സിനിമയിൽ പഠിക്കുമ്പോൾ അപ്പൊ ആ ഇതൊക്കെ ഇച്ചിരി ലൈഫ് കരിയറെല്ലാം മാറും. അപ്പോൾ ആ സ്ട്രഗിൾസിന് ഇന്ന് റിസൾട്ട് ഉണ്ടായിരിക്കുകയാണ്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അന്നുണ്ടായ കഷ്ടപ്പാടുകൾക്ക് ഇന്ന് റിസൾട്ട്, ഇന്ന് ജോമൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ ക്യാരക്ടർ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ ധൈര്യത്തോടെ പറയാൻ പറ്റുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. സന്തോഷമുണ്ടോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? മുമ്പ് ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന കണ്ടന്റ് ക്രിയേഷനിലൂടെയാണ് സിനിമയിലോട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ സ്വപ്നമായിരുന്നു, ഇങ്ങനെ തിയേറ്ററിൽ വന്ന് കാണുക എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു വേഷം ചെയ്യുക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. പകുതി പണി ജോണേട്ടനാണ് ചെയ്തിട്ടുള്ളത്. പുള്ളി പറയുന്ന പോലെ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഹാപ്പിയാണ്. കഷ്ടപ്പെട്ടാണ് വന്നത്, അതിൻ്റെ റിസൾട്ടാണ് ഈ സിനിമ. ഹാപ്പിയാണ്. ഇതിന്റെ പ്രൊമോഷൻ ടൈമിലെ ഒരു കോളേജിൽ പോയിട്ട് ഭയങ്കര സ്റ്റെപ്പ് കിട്ടുന്നുണ്ടായിരുന്നു.
അപ്പൊ ഈ പിള്ളേരുടെ കൂടെ കൂടിയിട്ട് ജെൻസി ആയോ? ഞാൻ പിള്ളേരുടെ കൂട്ടത്തിലാണ്. പ്രായമാവാനുള്ള സമയം കിട്ടിയില്ല ഇതുവരെ. ഞാൻ ഇവരെ പോലും കൂടെയൊക്കെ തന്നെയാ. പിന്നെ അന്തമിട്ടവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞത് അത് ചെയ്തു പോണതാ. ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ തുടക്കത്തിൽ തന്നെ ആശാന് ഈ കൊമ്പമീശ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അത് ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് നമുക്കത് റിലീസ് കഴിഞ്ഞിട്ട് അടിപൊളിയായിരിക്കും. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പറയണമെന്നൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഇതിനകത്ത് ഞാൻ റോണക്സ് ആണ് സിനിമയുടെ മേക്കപ്പ് കൈകാര്യം ചെയ്തത്. ഈ ലുക്സുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു. എല്ലാവരുടെയും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം, ആ ഒരു പാറ്റേണിലാണ് ഒരു ഫിലിം മേക്കിംഗ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇവരുമൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം, ലുക്ക് അടിപൊളിയായിരിക്കണം. അതങ്ങനെ വിമലും എല്ലാവരും അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തു ഇതിൻ്റെ ഒരു ലുക്ക് ചേഞ്ച് ആയിട്ട് നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യാൻ വേണ്ടി. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മേക്കപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം പ്ലാൻ ചെയ്തത്. ശരിക്കും ഈ സഹസംവിധായകരുടെ ലൈഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ്. സ്ട്രെസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോൾ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു യാത്രയുണ്ടല്ലോ. ആദ്യത്തെ യാത്ര എന്ന് പറയുന്നത് അവർ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. കയറി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പിന്നെ അവർ സിനിമ ചെയ്യുന്നവരെ കുറേ യാത്രകളുണ്ട്. ഇപ്പം നിങ്ങളൊക്കെ എനിക്കറിയാം, നിങ്ങളൊക്കെ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്, എല്ലാവരും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. കുറച്ചുകൂടി എല്ലാവരുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓരോ ജോബുകളും തിരഞ്ഞെടുക്കുന്നത്. പലപ്പോഴും സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആകാനായിട്ട് അവസരം കിട്ടാതെ വരുമ്പോൾ സിനിമയുടെ ഏതെങ്കിലും മേഖലകളിലൊക്കെ അവർ എൻട്രി ആവും. അങ്ങനെ പിന്നെ ആ ജീവിതം ആ മേഖലയിൽ തന്നെ അവർക്ക് തുടരേണ്ടി വരും, അവരുടെ ലൈഫിൻ്റെ സ്ട്രഗിളും മറ്റു കാര്യങ്ങളും കാരണം. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് ഏതെങ്കിലും സ്ഥലത്ത് ബാറ്റ കൊടുത്തിട്ടുണ്ടോ? ഈ സിനിമകളൊക്കെ ഉണ്ടാക്കുന്ന ഡയറക്ടേഴ്സ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരികയാണ്. അപ്പോൾ അവർക്ക് കുടുംബമുണ്ട്, അവർക്ക് വീടുണ്ട്, അവരെന്തോ അടിമപ്പണി ചെയ്യാനായിട്ട് കൊണ്ട് നിർത്തിയിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും ചീത്ത വിളിക്കും. ആ സിനിമ സെറ്റിലുള്ള മുഴുവൻ ആൾക്കാരും എന്തുണ്ടെങ്കിലും ചീത്ത വിളിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനെയാണ്. അപ്പോൾ ഞാനും അതുപോലെ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഇമോഷണലായിട്ടൊന്നും പറയുന്നൊന്നുമില്ല, അത് നമ്മളുടെ ജോലി തന്നെയാണ്, നമ്മൾ ആ പണിയെടുത്തേ പറ്റുള്ളൂ. അപ്പം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം അന്നേരം മേടിക്കാൻ പൈസ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് പൈസ മേടിക്കാതിരിക്കുന്ന ആൾക്കാരാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്. കിട്ടും, നമ്മുടെ മുമ്പിൽ വരും സിനിമ, അന്ന് ഞാൻ നല്ല ശമ്പളം മേടിക്കും, ഞാൻ നല്ല പടം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരെപ്പോഴും വർക്ക് ചെയ്യാണ്. അപ്പോൾ ഭയങ്കര സ്ട്രഗിളാണ് അത്. പിന്നെ സംവിധായകൻ്റെ കൂടെ ആയതുകൊണ്ട് അന്നൊന്നും മുടങ്ങത്തൊന്നുമില്ല, കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പം അത്രേ ഉള്ളൂ. സിനിമ ചെയ്യാനായിട്ട് കുറച്ചുകൂടി അവരെ കംഫർട്ടബിൾ ആക്കണം. അവർക്ക് ഇവിടെ വെച്ച് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഒരു ബാറ്റയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നല്ലതായിരിക്കും. ഫെഫ്ക യൂണിയനും നമ്മുടെ സംഘടനകളും എല്ലാവരും ചേർന്ന് എന്നുവെച്ചാൽ അവരല്ലേ പിന്നീട് അവർക്കൊരു ഇച്ചിരി മനസ്സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് എഴുതും, സിനിമയൊക്കെ ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞുള്ളൂ. സാറിൻ്റെ എല്ലാ പടങ്ങൾക്കും എല്ലാ പടത്തിൻ്റെ കാസ്റ്റിങ്ങിലും ഭയങ്കര പ്രത്യേകത ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫസ്റ്റത്തെ സിനിമയാണെങ്കിലും രണ്ടാമത്തെ സിനിമയാണെങ്കിലും ഈ മൂന്നാമത്തെ സിനിമയാണെങ്കിലും എല്ലാം പുതുമുഖങ്ങളായിരിക്കും അധികവും, അല്ലെങ്കിൽ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിരിക്കും നായകനാക്കുന്നതും. അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ ഇന്ന് ടൊവിനോ വലിയ സ്റ്റാർ ആയിരുന്നെങ്കിലും അന്ന് ടൊവിനോയ്ക്ക് അത്ര സ്റ്റാർ വാല്യൂ ഇല്ല. അപ്പം അങ്ങനത്തെ സിനിമകൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാസ്റ്റിംഗ് തിരഞ്ഞെടുപ്പ് ഒരു വലിയ റിസ്ക്കും കൂടിയാണ്. ഒരു റിസ്ക് എന്നത് കൂടി ഇതിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമ നന്നായിട്ട് ഇപ്പോൾ വലിയ വലിയ സ്റ്റാർസ് ഉണ്ടെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും പോകണമെങ്കിൽ സ്റ്റാർ വാല്യൂ ആയിരിക്കും കൂടുതൽ നോക്കുക. ഇങ്ങനത്തെ റിസ്ക് എടുക്കുന്നത് അത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണോ അതോ അതായത് വലിയ രീതിയിൽ റിസ്ക് എലമെന്റ് കൂടി അതിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആ റിസ്ക് എടുക്കുകയും ചെയ്യും, അത് അനുഭവിച്ച് തീർക്കുക നമ്മൾ തന്നെയായിരിക്കും, ഒറ്റയ്ക്കായിരിക്കും. റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓടിയിട്ടില്ലല്ലോ, ആരും ഇല്ല. പക്ഷെ അങ്ങനത്തെ സിനിമകൾ ടി-വിയിൽ വരുമ്പോൾ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, അത് നല്ല സിനിമയാണെന്ന് പറയുന്നു. പക്ഷെ ആ സമയത്ത് അതിന് വേണ്ട വാല്യൂ കിട്ടാതെ വന്നിട്ടുണ്ട്. അതൊന്നും നോക്കണ്ടോ, സിനിമയല്ലേ, അത് കാണുമ്പോൾ കിട്ടും അതിൻ്റെ വാല്യൂ. അതിപ്പം ഇവിടെ തന്നെ ഇരുന്ന് 100 കോടി 50 കോടി മറ്റേ ക്ലബും പരിപാടി അതൊന്നുമല്ല. സിനിമ എന്ന് പറയുന്നത് അതിങ്ങനെ നിങ്ങൾ കണ്ടല്ലോ,
ചിത്രം അത് സ്വീകരിക്കും. ചിലപ്പം വർക്കാവത്തില്ല, ചിലപ്പം വർക്കാവും. അതൊക്കെ അതിൻ്റെ വിധിക്ക് വിട്ടുകൊടുക്കുക. നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല സിനിമയായതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ജോമോൻ്റെ. കാരണം എനിക്ക് ഇപ്പോഴത്തെ യങ് ആക്ടേഴ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ജോമോൻ്റെ ആക്ടിങ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇപ്പോൾ ഏത് സിനിമ കാണുമ്പോൾ ജോമോൻ്റെ ആക്ടിങ് എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കും, ഭയങ്കര നാച്ചുറൽ ആയിരിക്കും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോമോൻ്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ജോമോനെ നല്ലൊരു കഥാപാത്രം ചെയ്യണം, അതായത് ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കോമഡി അതല്ലാതെ നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു റോള്, നല്ലൊരു റോള് കാണണമെന്നുണ്ടായിരുന്നു. അതെന്തായാലും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചേട്ടൻ്റെ ആക്ടിങ് ഇപ്പോൾ ഈ സിനിമ തുടങ്ങിയ സമയത്ത് ഇന്ദ്രൻ ചേട്ടനെ തന്നെയായിരുന്നു ആ കഥാപാത്രമായിട്ട് കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സാർ. അതെ, ഇന്ദ്രൻ ചേട്ടൻ്റെ മനസ്സിൽ കണ്ടിട്ടായിരുന്നു ആ കഥാപാത്രം എഴുതിയത്. അതെ അതെ. അത് ആദ്യം കുറച്ച് വലിയ സിനിമയൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നല്ല സിനിമയായിട്ട് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സിനിമയിൽ ഒരു ഡയറക്ടറാണ്. അപ്പോൾ ഒരു ഡയറക്ടറുടെ പാടുന്നതൊക്കെ അതേപടി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണമായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു സമയത്ത് ഒരു ഡയറക്ടറുടെ സ്ട്രഗിൾ എത്ര, ഒരു കുടുംബം വരെ വിറ്റ് പോകുന്ന ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് ശരിക്കും പറയാൻ. അപ്പോൾ ഒരു ആ ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഇന്റർവെൽ ബ്ലോക്കിന് മുമ്പ് കിട്ടുന്ന ഒരു സീനുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോവാ. അപ്പോൾ ആ ഒരു സീനൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് മൈൻഡിൽ ഉണ്ടായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ നമ്മളോട് ഇങ്ങനെ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ല അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? തീർച്ചയായിട്ടും അത് ആ സീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ടായിരുന്നത് ഇന്ദ്രൻ ചേട്ടനെ അടിക്കുക എന്നുള്ളത് വല്ലാത്തൊരു ഫീലായിരുന്നു. കാരണം എങ്ങനെ അടിക്കും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചിന്ത. പക്ഷെ ആ സിറ്റുവേഷൻ ഡിമാൻഡ്സ്, അതുകൊണ്ട് തന്നെ ഞാനും ഒരു തരത്തിൽ പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്ന ഒരാളാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് എനിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയാം. ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ല ഒരു സീൻ ചെയ്യുമ്പോൾ അത് അഭിനയിക്കുന്ന ആളുകൾ തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു ഇറിറ്റേഷൻ എൻ്റെ മനസ്സിൽ ഇന്ദ്രൻ ചേട്ടനെ എങ്ങനെ ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഇതായിരിക്കുന്ന മനുഷ്യൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, എന്നോട് കഥ പറയുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോണിനെയായിരുന്നു. കാരണം അദ്ദേഹം എത്രമാത്രം എക്സൈറ്റഡ് ആയിട്ടാണ് ഈ കഥ പറയുന്നത് എന്ന്, അത് അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ്, അത് മാത്രമായിരുന്നു ഞാൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. അതേപോലെ പടത്തിലെ ചേട്ടൻ്റെ ലുക്ക് ഭയങ്കര ഒരു ഡിഫറൻ്റ് ആണ്. ട്രെയിലർ നോക്കിയിട്ട് ട്രെയിലർ കണ്ടപ്പോൾ ചേട്ടനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഇതിൽ ആരാണ് ശോഭിച്ചേട്ടനെന്ന് ആദ്യം മനസ്സിലായില്ല. വിഗ്ഗും കാര്യം ലുക്കൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. ചില തമിഴ് സിനിമയിലൊക്കെയാണ്, പിരി സിനിമയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചുള്ള ആളിനെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലുക്ക് ഇതിലേക്ക് വരാൻ എത്രത്തോളം ഹാർഡായിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം പരിപാടി ചെയ്തിട്ടുണ്ട്? അത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ്. അതും നമ്മുടെ ജോൺ പോൾ തന്നെയാണ്. കാരണം അതിനകത്ത് ഈ കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ്റെ ലുക്ക് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം, ആ ഫോട്ടോ നോക്കി നമുക്ക് അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഞാൻ പോലും ഇഷ്ടപ്പെടാത്ത എൻ്റെ പഴയ ഒരു ലുക്ക്, അതായത് 94 ഞാൻ കേരള യൂണിവേഴ്സിറ്റി മിമിക്രി അവതരിപ്പിക്കുന്ന, അന്ന് എനിക്ക് മീശയില്ലായിരുന്നു. മീശ അത് ഒരു സ്കിറ്റിന് വേണ്ടി മീശ എടുത്തിട്ട് അന്ന് മീശയില്ലാതെയാണ് ആ പെർഫോമൻസ് ചെയ്തത്. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ഈ സമയത്ത് യൂട്യൂബിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ ലുക്കാണ് എനിക്ക് വേണ്ടതെന്നാണ് ഈ മനുഷ്യൻ പറഞ്ഞത്. എൻ്റെ ഫോട്ടോ തന്നെ എടുത്തിട്ട് അത് എനിക്കൊട്ടും ഇഷ്ടമില്ലാത്ത ലുക്കാണ്. അതെടുത്തിട്ട് പറയണം എനിക്ക് ഈ ലുക്കാണ് വേണ്ടത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പക്ഷെ അങ്ങനെ എനിക്ക് മീശ ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ എങ്കിലും ജോണിൻ്റെ ഒരു ഇഷ്ടം, അതുകൊണ്ട് തന്നെ ഞാൻ മീശ എടുത്തു. അതിന് വേണ്ടിയിട്ട് മീശ എടുത്ത് ഈ കഥാപാത്രത്തിന് വേണ്ടി ഇങ്ങനെ ആ ലുക്ക് ആയതാണ്. നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ഡിഫറെൻറ്റ് ലുക്ക് വേണമെന്ന് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സംഭവിച്ചത്. സിനിമയിലൂടെ കരയിക്കാൻ
പല പല രീതിയിലും പറ്റും. പക്ഷേ ജോണേട്ടൻ്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഓവർവെൽഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് കരയിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ എന്താണ് ശരിക്കും ഒരു പരിപാടി? ഇതങ്ങനെ ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറയുന്നത് ഞാൻ ഡ്രാമഡി എന്ന് പറഞ്ഞിട്ടൊരു ജോണറാണ് ഞാൻ ആര് ചോദിച്ചാലും പറയാറുള്ളത്. അപ്പം നല്ല ഡ്രാമയുണ്ട്, കോമഡി ഉണ്ട്. അത് കരയാൻ വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് അങ്ങനെ ആവുന്നതാണ്. സന്തോഷം കൊണ്ട് കരയുന്നത് നല്ലതാണ്. അല്ല, ഇത് ഇൻഫ്ലുവൻസ് എവിടുന്നെങ്കിലും ഇൻസ്പയർഡ് ആയതാണോ അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ നിന്ന് ഇൻസ്പയർ? ഇതോ അല്ല, ഈ സിനിമയുടെ കഥ അല്ല, ഡ്രാമഡി എന്ന് പറഞ്ഞ ജോണർ നമ്മുടെയൊക്കെ ജീവിതം തന്നെ കുറച്ച് അതാണല്ലോ മൊത്തത്തില്. അപ്പം എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആണ്. ഞാൻ സിനിമയിൽ തന്നെ ഒരുപാട് നാള് അസിസ്റ്റൻ്റായിട്ടും പ്രൊഡക്ഷനും ഒക്കെ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഈ ഡ്രാമ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഈ സിനിമാക്കാർ വന്നൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പം ഒരുപാട് ഡ്രാമ കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് കുറച്ച് കോമഡി എടുത്താണ് ഇതൊന്ന് ഫില്ല് ചെയ്ത്, അത്രേ ഉള്ളൂ. പിന്നെ സിനിമയിലെ എല്ലാ മേഖലയിലാണെങ്കിലും കുറച്ച് ട്രാൻസ്പെറൻസി ഉണ്ടല്ലോ. ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിനോട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ചില പരിപാടികൾ. അപ്പോൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സിനിമയിലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ സിനിമയിലൂടെ കാണിക്കുമ്പോൾ സിനിമാക്കാർ നമുക്കെതിരെ എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരും ഉപദ്രവിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അല്ല, അതായത് ഈ നടനോട് ഓൾറെഡി പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ വിഗ് വെച്ചിട്ട് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കഥാപാത്രം അങ്ങനെയല്ല, വിഗ് വെക്കാതാണ് വരേണ്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡയറക്ടർ ഓൾറെഡി സ്റ്റാർ എന്ന് പറയുന്നുണ്ട് വിഗ് പറയാൻ ചെല്ലുമ്പോൾ പക്ഷേ മാറ്റുകയാണ്. ഓക്കെ, ഇറങ്ങി വരാൻ പറഞ്ഞ് പുറത്ത് വന്നപ്പോൾ മറ്റേ ബസ് പിടിച്ചിട്ടാണ് പോകണം. അപ്പോൾ അതുപോലത്തെ സംഭവങ്ങളാണ്. അതുപോലത്തെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട്. അത് നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും. പുറത്ത് ഫുള്ള് സാധനം വന്നിട്ട് ക്യാരവനകത്ത് ഡോറിനകത്ത് കയറി കഴിഞ്ഞാൽ മൊത്തം ടോൺ ചേഞ്ച് ആക്കിയല്ലേ പറ്റുള്ളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. കാരണം വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകണ്ടേ. സിനിമയല്ലേ, സിനിമയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഓരോ ദിവസം വരുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ആ സിനിമ നടത്തിയെടുക്കാൻ വേണ്ടി അതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുന്നതാണ്. അതെല്ലാ മേഖലകളിലും ഉള്ളതാണ്, സിനിമയിൽ മാത്രം അല്ല. അതേപോലെ പറഞ്ഞ പോലെ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളല്ലോ, ഗപ്പിയായാലും ശരി, അമ്പിളിയായാലും ശരി, ആകെ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. ഇതിനു മുമ്പ് ചെയ്ത സിനിമകളില്ല എന്നൊക്കെ പറയുമ്പോൾ ഇനിയും സിനിമകളല്ലോ. അപ്പം 2 സിനിമകളാണ്. ഇപ്പോൾ 2 പേരുടെ ലൈഫ്, ഇപ്പോൾ ശ്രീനിവാസന്റെ ലൈഫായാലും ശരി, അതിനകത്ത് കാണിക്കുമ്പോൾ നമുക്ക് ഒരു കോമൺ മാൻ, നമുക്ക് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ട്, ഈ മനുഷ്യനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഗപ്പിയിലെ ശ്രീനിവാസൻ സാറിന്റെ കഥാപാത്രമായാലും ശരി, പറഞ്ഞ പോലെ അമ്പിളിയിലെ മറ്റേ അച്ഛന്റെ കഥാപാത്രമായാലും ശരി, മനസ്സിലായില്ലേ, അച്ഛന്റെ കഥാപാത്രം ശരി, ഭയങ്കര ഇമോഷൻ, നമ്മൾ എവിടെയൊക്കെയോ ആളുകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഇപ്പൊ ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രം നമ്മൾ എവിടെയൊക്കെ നമുക്ക് നമ്മുടെ കോമൺ ലൈഫിൽ എവിടെയൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളാവണം എനിക്ക് പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു നിർബന്ധമുണ്ടോ? അല്ലാതെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അത് എഴുതി വരുമ്പോൾ ആ കഥാപാത്രം കുറച്ചുകൂടി എൻഗേജ്ഡ് ആവണം. പല കാര്യങ്ങൾ ഗോളാണ്. നമ്മൾ കഥയ്ക്ക് വേണ്ടി മാത്രം കഥാപാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഈ പുള്ളിയുടെ പല ക്യാരക്ടർ. ഞാൻ ഒരുപാട് അങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മിക്ക ഫ്ലാറ്റുകളുടെ അസോസിയേഷൻ പ്രസിഡന്റുമാരും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. വലതുവശത്തെ കണ്ണുനീര് വരണം എന്നുള്ള സ്ക്രിപ്റ്റിലുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് കഥയായിട്ട് പറയുന്നില്ല. ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. അത് അല്ല, വലതുവശത്തെ കണ്ണീര് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിലുള്ളതായിട്ട് തോന്നി. പക്ഷെ ഈ ഒരു കഥാപാത്രം ഫസ്റ്റ് ആവുന്നുണ്ട്, പോസ്റ്റ്മാൻ എന്നുള്ള ആ കഥാപാത്രത്തിൽ ഇന്ദ്രൻ ചേട്ടനൊരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട് ഫസ്റ്റ്. ആ കഥാപാത്രം ആവാനായിട്ട് അത് ഇന്ദ്രൻ ചേട്ടനാണോ അതോ ചേട്ടനാണോ, ആരാണ് അതിൻ്റെ ഒരു ആ ഒരു കാര്യം ചെയ്തത്, ആ കഥാപാത്രം എങ്ങനെയായിരുന്നുള്ള അത് ഫസ്റ്റിന് ഒരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് അതെല്ലാം ചിരിക്കണം. ആ സംഭവം വരുമ്പോൾ ആ ഒരു ഇത് പറഞ്ഞു കൊടുത്താണോ അതോ അത് ഇവരെ പോലത്തെ ആക്ടേഴ്സിനോട് എന്ത് പറഞ്ഞു കൊടുത്താലും ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മള് ജോമോനെയാണല്ലോ, ഇന്ദ്രൻ സേനെ പിന്നെ ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ ജോമോൻ ഭയങ്കര പുതിയ ആളാണ്, ആദ്യമായിട്ടാണ് ഇത്ര ഒരു വലിയ കഥാപാത്രം ചെയ്യുന്നത്. പക്ഷെ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ജോമോൻ പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാണ്. നമുക്ക് ആ കഥാപാത്രത്തെ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം, എങ്ങോട്ട് വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസി ആയിരുന്നു. ഇവരെല്ലാവരും എല്ലാ കാലത്തും ബിപിൻ പെറ്റുള്ളി പുള്ളിയുടെ
പിന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പം ആ ലുക്കൊക്കെ പിടിച്ച് നമ്മൾ അതിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ പെർഫോമൻസ് കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ ആ ലൊക്കേഷനിൽ പോലും ആ കഥാപാത്രമായിട്ട് അങ്ങ് ജീവിക്കുമായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൽ വന്നിരിക്കുന്ന ഓരോ കുഞ്ഞു ക്യാരക്ടർ ചെയ്ത ആൾക്കാർ പോലും നന്നായിട്ട് തന്നെ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം മെയിൻ ട്രെൻഡ് ആണല്ലോ ഈ പറഞ്ഞ ഇവിടെ ഇപ്പം മെയിൻ ട്രെൻഡാണ് ഈ പറഞ്ഞ നമ്മുടെ കോസ്റ്റ്യൂമുകൾ ഇപ്പം വരുന്ന. അപ്പൊ എല്ലാവരും ഇപ്പൊ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ട്രെൻഡിങ് ആണ്. അപ്പം ഇപ്പൊ ഇന്ദ്രൻ സെറ്റർ ഇട്ടിരിക്കുന്ന ഷർട്ട് അപ്പോൾ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഇതാണ്. എന്താണ് എന്റെ രഹസ്യം? എന്താണ്? പ്രായമാവുന്നവരല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ഈ പ്രായത്തിൽ അടിച്ചു പൊളിച്ച് നടക്കാൻ വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. ഗംഭീരമായിട്ടുണ്ട്. സൂരജ് സുരേഷ് ബ്രോ, ഇപ്പം മലയാളത്തിലെ ഏറ്റവും നല്ലൊരു ഹിറ്റ് കോംബോ ആണ് ജോൺ പോൾ ജോർജ് സൂരജ് സന്തോഷ് എന്ന് പറഞ്ഞൊരു കോംബോ. അപ്പം ഇത്തവണ അദ്ദേഹം മ്യൂസിക് ഡയറക്ഷൻ കൂടെ ചെയ്തു. അപ്പോൾ അത് ആദ്യമായിട്ട് കേട്ട സമയത്തുള്ളൊരു എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? ഓൾസോ കുഞ്ഞിക്കോൾ മേഘം എന്ന് പറഞ്ഞ പാട്ടിനെ പറ്റി എന്താ പറയാനുള്ളത്? ജോൺ മ്യൂസിക്കാണ് പഠിച്ചത് ഡിഗ്രിക്ക് ട്രിവാൻഡ്രം മ്യൂസിക് കോളേജിൽ. അപ്പം പിന്നെ ഒരുപാട് നാൾ നമ്മൾ എന്നോടൊപ്പം നമ്മുടെ കുറേ ഫ്രണ്ട്സ് മ്യൂസിഷ്യൻസാണ്. അപ്പോൾ അവരോടൊക്കെ ജോൺ ഉണ്ടായിരുന്നു. അപ്പം ജോണിന് നല്ല മ്യൂസിക്കൽ സെൻസ് ഉണ്ട്. ജോണിൻ്റെ ഒരു ഫിലിം മേക്കർ ആകുമ്പോഴത്തേക്കും ഫിലിമിൽ യൂസ് ചെയ്യുന്ന എന്ത് ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് അല്ലെങ്കിൽ എന്ത് മ്യൂസിക്കാണ് അവിടെ ഉപയോഗിക്കുന്നത് വ്യക്തമായ ധാരണയുണ്ട്. സൗണ്ട് സ്കേപ്സിനെ പറ്റിയൊക്കെ ഭയങ്കര ധാരണയുണ്ട്. സോ അപ്പം അതുകൊണ്ട് ജോൺ മ്യൂസിക് ചെയ്തതിൽ എനിക്ക് അതിശയം തോന്നുന്നില്ല. പിന്നെ ഈ പാട്ട് ആദ്യം കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെലഡി ആയിട്ട് തോന്നി. പിന്നെ റെക്കോർഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇതിന് കുറച്ചുകൂടി മാനങ്ങളുണ്ടെന്ന് മനസ്സിലായത്. പിന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പൂർണ്ണമായ പാട്ട് തന്നെ ആയി. സോ ഇതിൻ്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് പോകുന്നത് ജോണിന് തന്നെയാണ്. ജോണിനും ഇതിൻ്റെ പ്രോഗ്രാമർ അതായത് സോങ് പ്രൊഡ്യൂസ് ചെയ്ത അജീഷ് ആൻഡോയ്ക്കും ഇത് എഴുതിയ വിനായകനുമാണ്. ഐ ആം ജസ്റ്റ് എ ടൂൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ യുവർ ടൈം. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്.